വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. വേറൊന്നും അല്ല കേട്ടോ, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളാണ്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയത് മാക്സിമം യൂസ് ചെയ്യും കേട്ടോ. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അത് വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക. വേറൊന്നും അല്ല കേട്ടോ, പോകാനുള്ള മടി കൊണ്ടാണ്. പിന്നെ അത്രയും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇക്കാനെ കൊണ്ട് വാങ്ങിപ്പിക്കും. മെയിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ക്ലീനിങ് ഉപകരണങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച കുറേ സാധനങ്ങൾ പെൻഡിങ്ങിൽ കിടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി. ഇത് കത്തി മുറിച്ചിട്ടുന്നതാണ് കേട്ടോ. പക്ഷെ കത്തി വാങ്ങാൻ മറന്നു. ഇനിയിപ്പോൾ പഴയ കത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉണ്ടല്ലോ കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ടോ. എൻ്റെ അടുത്ത് ഒരൊറ്റ പീസുള്ള കട്ടിംഗ് ബോർഡല്ല, 2-3 പീസുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിട്ടു പോരും. ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ഉരുളി. അതായാലും ഇപ്പം അത് വാങ്ങി. ഇനി ഓണത്തിന് പായസം ഉണ്ടാക്കാമല്ലോ. ഈ മോപ്പ് ഞാനുണ്ടല്ലോ കുറേ കാലം ഉപയോഗിച്ചിട്ട് ഇനി ഇങ്ങനെ വാങ്ങണില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പം തന്നെ വാങ്ങേണ്ടി വന്നു. മെയിനായിട്ട് ചൂല് കേടുന്നിട്ട് ചൂല് വാങ്ങാൻ പോയതാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ 2 ചൂലും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ കാലത്തിന് ചൂല്